നമസ്കാരം, എൻ്റെ പേര് അജിത് കുമാർ CS. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? അപ്പം ഞാൻ ഇവിടുത്തെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസറാണ്, കൂട്ടത്തിലെ സീനിയർ. ഓക്കെ, നമ്മൾ നേരത്തെ വലിയ പരിചയപ്പെട്ടില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. നിങ്ങൾ നേരത്തെ ഇത് പഠിച്ചിട്ടുണ്ടാവും, എക്സ്റ്റിങ്വിഷറിനെ പറ്റി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? നമ്മൾ എക്സ്റ്റിങ്വിഷർ എങ്ങനെ ഉപയോഗിക്കുന്നത്, മെത്തേഡിൻ്റെ പേരെന്താ? എക്സ്റ്റിങ്വിഷർ പാസ് മെത്തേഡ്. പാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദെൻ സ്വീപ് ദ ഫയർ അല്ലേ? സ്ക്യൂസ് ദ ലിവർ, സ്വീപ് ദ ഫയർ. അപ്പം പാസ് മെത്തേഡ് നമുക്കറിയാം. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വിട്ടേക്കുക. നമ്മൾ എങ്ങനെയാണ് എക്സ്റ്റിങ്വിഷർ ഉപയോഗിക്കുന്നത് ജസ്റ്റ് നമുക്കൊന്ന് പറയാം, ഇവർക്ക് വേണ്ടിയിട്ടൊന്ന് സൂചിപ്പിക്കാം. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് പാസ് മെത്തേഡ് ഉപയോഗിച്ച് തീപിടുത്തം അണയ്ക്കുന്നതെന്ന് നോക്കാം. എങ്ങനെയാണ് നമ്മൾ എവിടെയാണോ തീ പിടിച്ചത് ആ തീയുടെ പല വിധങ്ങളുണ്ടെന്നൊക്കെ നിങ്ങൾക്കറിയാം അല്ലേ? പഠിച്ചില്ലേ? എത്ര നേരമുണ്ട് ഫയർ? ആറെണ്ണം നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലേ? പക്ഷേ ഏറ്റവും പുതിയ അപ്ഡേഷൻ അനുസരിച്ചിട്ട് 5 തരം ഫയർ ഉള്ളൂ കേട്ടോ. നമുക്ക് പിന്നീട് അതിലേക്ക് വരാം. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് എടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം എന്ത് ചെയ്യണം? ഏത് എക്സ്റ്റിങ്വിഷർ ആയാലും ആദ്യം എടുക്കുക. ഇതേപോലെ പിന്നുണ്ട്, അതെന്ത് ചെയ്യണം? പുള്ളിയാണ്, അതായത് വലിച്ച് പുറത്തേക്ക് വലിക്കണം. എന്തിനാണ് വലിക്കുന്നത്? അബദ്ധവശാൽ ഇത് ഓപ്പറേറ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പിന്ന് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പിൻ നമ്മൾ ഉപയോഗിക്കുന്നത് എന്ന് കണ്ടു കഴിഞ്ഞാൽ ഈ പിന്ന് പുറത്തേക്ക് വലിച്ചു വിടുക. അതിനുശേഷം എന്ത് ചെയ്യണം? ഇതാണ് അതിൻ്റെ നോസിൽ എടുത്ത് എവിടെയാണോ തീ പിടിച്ചിരിക്കുന്നത് ആ തീയുടെ സോഴ്സിലേക്ക്, എവിടെയാണോ പിടിക്കുക സോഴ്സിലേക്ക്, അതിൻ്റെ ബേസിലേക്ക് പിടിക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? നാരങ്ങ ഞെക്കി അത് നാരങ്ങ വെച്ചിട്ട് അമർത്തുന്ന പോലെ ഇത് സ്ക്യൂസ് ചെയ്യണം. സ്ക്യൂസ് ചെയ്യുമ്പോൾ ഇതിനകത്തൂടെ ആ പൗഡർ അല്ലെങ്കിൽ വെള്ളം എന്താണോ അത് പുറത്തേക്ക് വരും. പുറത്തേക്ക് വന്ന് ആ തീയിലേക്ക് വരികയും ചെയ്യും. ഉടനെ എന്ത് ചെയ്യണം? ആ തീ ഒരു പർട്ടിക്കുലർ പോയിന്റിലായിരിക്കത്തില്ല പിടിച്ചിരിക്കുന്നത്, അതുകൊണ്ട് അങ്ങോട്ട് ചെന്ന് സ്വീപ് ദ ഫയർ. മനസ്സിലായില്ലേ? അങ്ങനെയാണ് നമ്മളിത് ഉപയോഗിക്കുന്നത് അല്ലേ? പാസ് മെത്തേഡ്. പുൾ ദ പിൻ, എയിം ദ നോസിൽ അറ്റ് ദ ബേസ് ഓഫ് ഫയർ, സ്ക്യൂസ് ദ ലിവർ, സ്വീപ് ദ ഫയർ. വളരെ പെട്ടെന്ന് ചെയ്യണം. ഇത് എത്ര നേരത്തേക്ക് ഇത് ഉപയോഗിക്കാൻ സാധിക്കും ഒരു ഫയർ എക്സ്റ്റിങ്വിഷർ? ഇത് തന്നെ കുറച്ചു നേരം പറഞ്ഞാൽ ഏകദേശം എത്ര ടൈമിൽ ഉപയോഗിക്കാൻ സാധിക്കും? 2 മിനിറ്റ്? ഇല്ല, പറ്റില്ല. ഒരു പോർട്ടബിൾ ഫയർ എക്സ്റ്റിങ്വിഷർ ഉപയോഗിക്കണമെങ്കിൽ 5 മുതൽ 22 സെക്കൻഡുകൾ വരെ മാത്രമേ വർക്ക് ചെയ്യത്തുള്ളൂ. മനസ്സിലായോ? 5 മുതൽ 22 സെക്കൻഡുകൾ വരെ. പോർട്ടബിൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഏകദേശം 1 കിലോ മുതൽ 9 കിലോ വരെയുള്ള എക്സ്റ്റിങ്വിഷറാണ് നമുക്ക് ലഭ്യമാകുന്നത്. അതിനാണ് നമ്മൾ പോർട്ടബിൾ ഉദ്ദേശിക്കുന്നത്. അതിൽ വലുത് ട്രോളി മൗണ്ട് ഉണ്ട്, അതിന് കൂടുതൽ ടൈം എടുക്കും. നമ്മുടെ സ്റ്റേഷനിൽ ഇരിപ്പുണ്ട്, നമുക്ക് പിന്നീട് കാണാം. ഓക്കെ, ഇതാണ് ഒരു തീ നമ്മളുടെ നിയന്ത്രണം വിട്ട് പോകാൻ എത്ര സമയം എടുക്കും? നോർമലി നമ്മൾ കത്തിക്കുന്ന തീ എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? ദെൻ അബദ്ധവശാൽ കൈവിട്ട് പോയി, മീൻസ് നമ്മൾ കണ്ടില്ല. അങ്ങനെയാണെങ്കിൽ തീ കൈവിട്ട് പോകാൻ എത്ര സമയം എടുക്കും? 3 മിനിറ്റാണ് പറയുന്നത്. സ്റ്റാൻഡേർഡായിട്ട് പറയുന്നത് 3 മിനിറ്റാണ്. 3 മിനിറ്റിനുള്ളിൽ ആ തീ നിയന്ത്രണത്തിൽ. അതിൽ ഏകദേശം 1.25 സെക്കൻഡ് വരെ മാത്രമേ, ആദ്യത്തെ 1.25 സെക്കൻഡ് വരെ മാത്രമേ ഒരു പോർട്ടബിൾ ഫയർ എക്സ്റ്റിങ്വിഷർ, ഞാൻ എടുത്തു പറയുന്നു പോർട്ടബിൾ ഫയർ എക്സ്റ്റിങ്വിഷർ, പറഞ്ഞാൽ എത്ര കിലോ വരെ ഉള്ളതെന്ന് പറഞ്ഞു. പോർട്ടബിൾ ഫയർ എക്സ്റ്റിങ്വിഷർ ഉപയോഗിച്ച ഏകദേശം 1.25 മിനിറ്റ് വരെ മാത്രമേ ഫയറിനെ കെടുത്താൻ സാധിക്കത്തുള്ളൂ. ഓക്കെ, അതിനുശേഷം നിയന്ത്രണം വിട്ടുകഴിഞ്ഞാൽ പിന്നെ ഫയർ എക്സ്റ്റിങ്വിഷർ പറ്റില്ല, പിന്നെ ഫയർ സർവീസുകാർ തന്നെ സേവനം അല്ലേ? നമ്മളുടെ സേനയുടെ സേവനം തേടേണ്ടി വരും. ഇത് ഉപയോഗിക്കുന്ന ആർക്ക് വേണ്ടിയിട്ട് വെച്ചേക്കുന്നത്? നമുക്ക് വേണ്ടിയിട്ടാണോ? അല്ല, ആദ്യം തീ കാണുന്ന ആരാണോ ആ വ്യക്തിക്ക് വേണ്ടിയിട്ടാണ് വെച്ചത്. ആരും ആയിക്കോട്ടെ, ആദ്യം തീ കാണുന്ന വ്യക്തിക്ക് വേണ്ടിയിട്ടാണ് വെച്ചത്. അപ്പം പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, കാർബൺ ഡൈ ഓക്സൈഡ് എക്സ്റ്റിങ്വിഷർ ഒഴികെ ബാക്കി എല്ലാ എക്സ്റ്റിങ്വിഷറുകളും എത്ര തവണ ഉപയോഗിക്കാൻ പറ്റും? ഒറ്റ തവണ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഉപയോഗിച്ച് കഴിഞ്ഞാൽ റീഫില്ല് ചെയ്യാതെ വെച്ചിരിക്കാൻ പറ്റത്തില്ല. അതൊക്കെ നിങ്ങൾക്കറിയാം. പിന്നെ നമ്മൾ എത്ര ദൂരെ നിന്ന് വർക്ക് ചെയ്യണം, അതൊരു ചോദ്യമാണ്. എത്ര ദൂരെ നിന്ന് വർക്ക് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിരിക്കുന്ന എക്സ്റ്റിങ്വിഷർ എത്ര കിലോയുടെയാണോ അതിനനുസരിച്ചാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ 1 കിലോയുടെ എക്സ്റ്റിങ്വിഷർ കൊണ്ട് നിങ്ങൾക്ക് കഴിയുന്നതും ഏറ്റവും വേണ്ട ഒരടി അടുത്ത് തന്നെ ഉപയോഗിക്കാൻ പറ്റും. പക്ഷെ നിങ്ങൾക്ക് 9 കിലോയുടെ എക്സ്റ്റിങ്വിഷർ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു 6 അടി ദൂരെ നിന്നുകൊണ്ട് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പം നമ്മൾ ഒരു 6 അടി ദൂരെ നിന്ന് വർക്ക് ചെയ്യണം എന്ന് പറഞ്ഞാൽ അത് ശരിയാവുമോ? ശരിയാവത്തില്ല. കാര്യം എന്താ? നമ്മുടെ കയ്യിരിക്കുന്ന എക്സ്റ്റിങ്വിഷർ സൈസ് അനുസരിച്ചിട്ട്. എൻ്റെ കയ്യിൽ 2 കിലോയുടെ എക്സ്റ്റിങ്വിഷർ ഇരുന്ന് ഞാൻ 6 അടി ദൂരം അറിയുന്ന വർക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് കഴിയുന്നതും അടുത്തുനിന്ന് വർക്ക് ചെയ്യാമെന്നാണ് നമ്മൾ പറയുന്നത്. ഒരു കാര്യം മനസ്സിലായി. ഇനി മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ് എക്സ്റ്റിങ്വിഷർ ഉണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ് എക്സ്റ്റിങ്വിഷർ എത്ര തവണ ഉപയോഗിക്കാൻ പറ്റും? തീരുന്നിടം വരെ ഉപയോഗിക്കാം. കാര്യം എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ് എക്സ്റ്റിങ്വിഷറിനകത്ത് ആകെ അതിൻ്റെ എക്സ്പെല്ലിംഗ് മീഡിയയും എക്സ്റ്റിങ്വിഷൻ മീഡിയയും ഒന്ന് തന്നെയാണ്. അത് പഠിച്ചിട്ടില്ലേ? എക്സ്പെല്ലിംഗ് മീഡിയ എന്താണ്, എക്സ്റ്റിങ്വിഷൻ മീഡിയ എന്താണ്? ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് ഇത് തീരുന്നിടം വരെ ഉപയോഗിക്കാൻ സാധിക്കും. ഓക്കെ, പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിൻ്റെ എവിടെ പിടിക്കാൻ പാടുള്ളൂ? ഈ ഹാൻഡിൽ, ഈ ഭാഗത്ത്, അല്ലെങ്കിൽ ഇതിൻ്റെ പിടി എന്നിട്ടുണ്ടാവും, ആ പിടിയിൽ മാത്രമേ അടിക്കാവുള്ളൂ. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? കോൾഡ് ബേൺ ഉണ്ടാവാനുള്ള സാധ്യത. ഓക്കെ, അപ്പം അത്
പ്രത്യേകം ശ്രദ്ധിച്ചു. ഇവിടെ നമുക്ക് ഇത് ഹുക്ക് ചെയ്യാനുള്ള ഇതാണ്. ഇവിടെ പിടിക്കണമെന്നില്ല, ഇവിടെ പിടിക്കാം, കുഴപ്പമില്ല. പക്ഷെ ഹാൻഡിൽ ഉണ്ടെങ്കിൽ ഹാൻഡിൽ തന്നെ ആണ് നമുക്ക് ഇതിനെ സംബന്ധിച്ച് പറയുന്നത്. ഇനി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമോ എന്ന് എനിക്കറിയില്ല, നമ്മളൊരു എക്സ്റ്റിംഗ്വിഷർ ഉപയോഗിക്കാൻ പറ്റാത്ത ഏതെങ്കിലും സാഹചര്യങ്ങളുണ്ടോ? ആളകപ്പെട്ടുള്ളവർ ഉപയോഗിക്കാൻ പറ്റത്തില്ല എന്ന് പറയാൻ, അത് ആളകപ്പെടുമ്പോഴത്തേക്കും വലിയ തീയായിപ്പോ. നോർമലി അവിടെ എക്സ്റ്റിംഗ്വിഷർ അല്ലെങ്കിലും പറ്റത്തില്ല. കാര്യം ചെറിയ തീക്ക് പോലെ അടച്ചിട്ട മുറികളിൽ ഉപയോഗിക്കുന്നതിൽ വലിയ വിഷയങ്ങളൊന്നുമില്ല. നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ് എക്സ്റ്റിംഗ്വിഷർ ഒക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിലാണ് കൂടുതൽ പ്രശ്നം വരുന്നത്. അല്ലാതെ അടച്ചിടുന്നിടത്തൊന്നും വലിയ വിഷയമില്ല. കാര്യം മാത്രമല്ല, നമുക്കൊരു എൻട്രൻസ് ഉണ്ടാവും അല്ലേ, എൻട്രൻസ് വഴിയിൽ നമ്മൾ ചെല്ലുന്നത്. അപ്പം നമ്മളവിടെ ആകെ നോക്കേണ്ടത് എന്താണ്? ചെറിയ ഫയർ ആണെന്നുണ്ടെങ്കിൽ ബാക്ക് ഡ്രാഫ്റ്റ് പ്രതീക്ഷിക്കേണ്ട. ബാക്ക് ഡ്രാഫ്റ്റ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ? പഠിച്ചില്ല, നമുക്ക് പിന്നീട് പറഞ്ഞു. ബാക്ക് ഡ്രാഫ്റ്റ് ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കേണ്ട. എപ്പോഴാണ് ബാക്ക് ഡ്രാഫ്റ്റ് ഉണ്ടാവുന്നത്, എങ്ങനെയാണ് ബാക്ക് ഡ്രാഫ്റ്റ് ഉണ്ടാകുന്നതെന്നൊക്കെ നമുക്ക് പഠിക്കാം. അപ്പം അത് ചെറിയ ഫയർ ആണെങ്കിൽ ബാക്ക് ഡ്രാഫ്റ്റ് പ്രതീക്ഷിക്കേണ്ട, നമുക്ക് തെളിവ് തുറന്ന് അകത്ത് കയറാൻ സാധിക്കും. അങ്ങനെയെങ്കിൽ നമുക്ക് എക്സ്റ്റിംഗ്വിഷർ ഉപയോഗിക്കാൻ അടച്ച് മുറിയാന്ന് വിചാരിച്ചിട്ട് മറ്റു വിഷയങ്ങളൊന്നും. പക്ഷെ ഉപയോഗിക്കാൻ പറ്റാത്ത ചില സാഹചര്യങ്ങളുണ്ട്. ഉദാഹരണം, എൻ്റെ കയ്യിൽ താണ്ട് ഇരിക്കുന്നു. ഇത് എക്സ്റ്റിംഗ്വിഷർ, ഇത് DCP, ABC പവർ, DCP കെമിക്കൽ പൗഡർ അല്ലേ, DCP. ഈ DCP ഇരിക്കുകയാണ്. ഇത് നമ്മളൊരു ഹോസ്പിറ്റലിൽ നിൽക്കുകയാണ്. ഒരു ഹോസ്പിറ്റലാണ് നിങ്ങൾ നിൽക്കുകയാണ്, നമ്മൾ ഫയർ സർവീസ് ജീവനക്കാരാണ്. സ്വാഭാവികമായിട്ടും നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ നിൽക്കുകയാണ്. അവിടെ എക്സ്റ്റിംഗ്വിഷർ ഉണ്ടാകാം. അവിടെ ഒരു തീപിടുത്തം കണ്ടു. നിങ്ങളെടുത്ത് വർക്ക് ചെയ്യുമോ ഇല്ലേ? ഒരു ഹോസ്പിറ്റലാണ്, ഹോസ്പിറ്റലിന് അതിന് അനുയോജ്യമായ അനുയോജ്യമൊന്നല്ല, നിങ്ങൾ പറഞ്ഞ ഒരു ഹോസ്പിറ്റലാണ്. അവിടെ ഇതുപോലെ ഒരു DCP എക്സ്റ്റിംഗ്വിഷർ ഇരിപ്പുണ്ട്. അവിടെ ഒരു ഫയർ ഉണ്ടാവുന്നു, നിങ്ങളെടുത്ത് ഉപയോഗിക്കുമോ ഇല്ലേ? അത് നമ്മൾ നോക്കണ്ട, നമുക്ക് ഉപയോഗിക്കാം. അത് അവിടെ വെച്ചിരിക്കുന്നത് ഉപയോഗിക്കാൻ പറ്റുന്നതുകൊണ്ടാണ് അല്ലേ. അപ്പം നമുക്ക് ആൾക്കാരെ മാറ്റി നമുക്ക് ഉപയോഗിക്കാം, ധൈര്യമായിട്ട് ഉപയോഗിക്കാം. ഒന്നും പ്രതീക്ഷിക്കണം. നിങ്ങളൊരു ഫയർ സർവീസ് ജീവനക്കാരിയാണ്, തീർച്ചയായിട്ടും ഉപയോഗിക്കാം. പക്ഷെ ഉപയോഗിക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. എവിടെ? നിങ്ങൾ നിൽക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ നിൽക്കുന്നതിന് തൊട്ടടുത്ത് എന്താണ് പറയുന്നത്, സ്കാനിങ് റൂമാണെന്ന് വിചാരിക്കും. അൾട്രാസൗണ്ട് സ്കാനിങ്ങോ അല്ലെങ്കിൽ CT സ്കാനിങ്ങോ അങ്ങനെയുള്ള സ്കാനിങ്ങുകളൊക്കെ ഉണ്ട് അല്ലേ, മാഗ്നറ്റിക് സ്കാനോ, MRI. അപ്പോൾ ഈ MRI പോണക്കുള്ള സ്കാനിങ് സെന്ററുകളുടെ സമീപത്താണ് നിങ്ങൾ നിൽക്കുന്നത്. അതിനകത്തൊരു തീ പിടിച്ചു എന്ന് വിചാരിക്കുക. ഉദാഹരണം, സ്കാൻ ചെയ്യാനൊരു വ്യക്തി കയറിയപ്പം അവരുടെ ഡ്രസ്സിന് അബദ്ധവശാൽ എന്തെങ്കിലും കാരണവശാൽ അവിടെ നിന്ന് എന്തെങ്കിലും ഇതിനകത്തുനിന്നോ അബദ്ധവശാൽ തീ പിടിച്ചു എന്ന് വിചാരിക്കുക. എങ്ങനെ തീ പിടിച്ചു എന്നല്ല, അബദ്ധവശാൽ എങ്ങനെയോ തീ പിടിച്ചു. അപ്പോൾ പെട്ടെന്ന് എക്സ്റ്റിംഗ്വിഷർ ഉണ്ട്. നിങ്ങൾ പുറത്ത് സ്കാനിങ് റൂമിൻ്റെ പുറത്ത് ഇതുപോലൊക്കെ ഒരു എക്സ്റ്റിംഗ്വിഷർ ഉണ്ട്. നിങ്ങളതെടുത്ത് തീ അണയ്ക്കും അല്ലേ? അണയ്ക്കുമല്ലോ? അണയ്ക്കാൻ ശ്രമിക്കും അല്ലേ? പക്ഷേ അണയ്ക്കരുത്. അങ്ങനെ ശ്രമിക്കുക പോലും ചെയ്യരുത്. എന്തുകൊണ്ട്? മാഗ്നറ്റിക് റെസൊണൻസ് ആണ് എവിടെ MRIയിൽ ഉപയോഗിക്കുക. ഈ സാധനം എന്താണ്? ഇരുമ്പാണ്. ഇത് ഇരുമ്പാണ്. നിങ്ങളിത് എപ്പോഴാണോ അങ്ങോട്ട് കൊണ്ടുപോകുന്നത് ആ സമയത്ത് തന്നെ എന്ത് ചെയ്യും? അതിന്റെ മാഗ്നറ്റിക് ഫീൽഡിനെ അട്രാക്ട് ചെയ്യുകയും നിങ്ങളുടെ കയ്യിൽ നിന്ന് വിട്ടുപോവുകയും ചെയ്യും. ഇതവിടെ പറന്ന് നടന്ന്, അത് ഭയങ്കര ഫീൽഡാണ്, പറന്ന് നടന്ന് എന്ത് ചെയ്യും? അവിടെ മൊത്തം അടിച്ച് നശിപ്പിക്കുകയും ഈ ഉപകരണങ്ങളും ചിലപ്പോൾ നിങ്ങളുടെ ജീവൻ, അതായത് നിങ്ങളുടെ തലയിലായിരിക്കും ചിലപ്പോൾ വീഴുന്നത്, നിങ്ങളുടെ ജീവൻ അതിന് ഭീഷണീയമായി വരാം. അപ്പൊ നമ്മൾ അങ്ങനെയുള്ള മേഖലകളിൽ, മാഗ്നറ്റിക് റെസൊണൻസ് ഉള്ള മേഖലകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. 1.2 ടെസ്ല, 1.5 ടെസ്ല എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നല്ലേ. അപ്പൊ മാഗ്നറ്റിക് റെസൊണൻസിന്റെ ഇൻഡെക്സ് ആണ് കൊടുക്കുക. അപ്പൊ അത്രയും ഭീകരമായ ഒരു മാഗ്നറ്റിക് ഫീൽഡ് അവിടെ ഉണ്ടാവും. അപ്പൊ അത് ഓഫ് ചെയ്യുമ്പോഴാണെങ്കിൽ പോലും ആ ഫീൽഡ് അവിടെ കുറച്ചെങ്കിലും ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അപ്പം അവിടേക്ക് എന്ത് ഉപയോഗിക്കാൻ പാടില്ല? ഈ സാധനം DCP അല്ല, ഈ പറയുന്ന തരത്തിലുള്ള എക്സ്റ്റിംഗ്വിഷർ ഉപയോഗിക്കുന്നത്. അപ്പൊ അവിടെ എക്സ്റ്റിംഗ്വിഷർ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പൊ അവിടെ തീ പിടിച്ചെന്ത് ചെയ്യും? നിങ്ങൾ ചോദിച്ചില്ല. സ്പ്രിംഗ്ലറില്ല, അവിടെ എക്സ്റ്റിംഗ്വിഷർ ഉപയോഗിക്കാൻ പറ്റൂല്ലേ? എക്സ്റ്റിംഗ്വിഷർ ഉപയോഗിക്കാൻ സാധിക്കും, പക്ഷെ ഇതല്ല. സ്റ്റെയിൻലെസ് സ്റ്റീൽ ടൈപ്പുള്ള എക്സ്റ്റിംഗ്വിഷർ ഉണ്ട്. പൊടിയുമല്ല ഇത് തന്നെ, ഇതിനകത്തിരിക്കുന്ന കണ്ടന്റ് ഇത് തന്നെ, പക്ഷേ ഇതിന്റെ മെറ്റീരിയൽ മാറിയിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീൽ ആവും. ഓക്കെ, നമുക്കിപ്പം ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും. സ്റ്റെയിൻലെസ് സ്റ്റീൽ എക്സ്റ്റിംഗ്വിഷറുകൾ നോക്കിയാൽ മതി, അല്ലെങ്കിൽ ഞാൻ കാണിച്ചുതരാം. എന്നിട്ട് അതിനകത്ത് കാണണം, ലാപ്പിനകത്ത് കാണും. അപ്പോൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ എക്സ്റ്റിംഗ്വിഷറുകൾ കിട്ടും. ആ എക്സ്റ്റിംഗ്വിഷർ വെച്ചിട്ടാണ് അവിടെ വർക്ക് ചെയ്യുക. അല്ലാതെ ഇത് എടുത്തുകൊണ്ട് പോകും. പുറത്ത് നിൽക്കുകയാണെങ്കിലും ഒരിക്കലും ഇതെടുത്ത് വർക്ക് ചെയ്യാൻ പോകരുത്. തല്ലിക്കെടുത്തിയാലും വേണ്ടില്ല. കാര്യം നമ്മളുടെ ജീവനും അവിടുത്തെ ഉപകരണങ്ങൾക്കും അത് ഭീഷണിയാണ്. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കുക. അതാണ് നമ്മൾ പ്രധാനമായും. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ ഇതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. എന്നിട്ട് നമുക്ക് അവിടെ ഒരു ചെറിയ ഫയർ ഇട്ടിട്ട് അണച്ചാൽ
എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് ഇതിനെ സംബന്ധിച്ച് പഠിച്ചതിനകത്തോ നേരത്തെ പഠിച്ചതിനകത്തോ ഇപ്പം ഞാൻ പറഞ്ഞതിനകത്തോ അതല്ല നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ചിലപ്പോൾ നമുക്ക് വിചാരിക്കുക അയ്യോ ഞാൻ ചോദിച്ചാൽ മണ്ടത്തരമാവും അങ്ങനെ വിചാരിക്കുന്ന സംശയങ്ങളുണ്ടെങ്കിലും ചോദിക്കുക. മണ്ടത്തരങ്ങളൊന്നുമില്ല, നമുക്കറിയാൻ ഏതെങ്കിലും നമ്മളെ ചിലപ്പോൾ നമ്മൾ മണ്ടത്തരം എന്ന് വിചാരിക്കുന്ന കാര്യങ്ങളായിരിക്കും പിന്നീട് ചിലപ്പോൾ നമ്മൾ ചിന്തിച്ച് ഒരു ഉത്തരത്തിലേക്ക് നമ്മൾ എത്തുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊരു ഫയർ എക്സ്റ്റിംഗ്വിഷർ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പല ആൾക്കാരും അറിവ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ എക്സ്റ്റിംഗ്വിഷർ മൊത്തമായിട്ട് എടുത്ത് തീയിലേക്ക് ഇടുന്ന ഒരു സാഹചര്യങ്ങൾ പോലും കണ്ടിട്ടുണ്ട്. അത് അങ്ങനെയല്ല പ്രവർത്തിപ്പിക്കേണ്ടത്. എങ്ങനെയാണ് ഒരു എക്സ്റ്റിംഗ്വിഷർ പ്രവർത്തിപ്പിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ വളരെ ലളിതമായി പറഞ്ഞു കഴിഞ്ഞാൽ പാസ് എന്നുള്ളൊരു പേരിലാണ് നമ്മൾ ആ മെത്തേഡിനെ അറിയുന്നത്. പാസ്, PASS. പാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നോക്കി കഴിയുമ്പോൾ ഒരു എക്സ്റ്റിംഗ്വിഷർ നോക്കി കഴിയുമ്പോൾ എക്സ്റ്റിംഗ്വിഷറിന്റെ ഈ സൈഡിൽ ഒരു പിന്ന് കാണാൻ സാധിക്കും. ഇത് അബദ്ധവശാൽ ഇത് ഊരി പോകാതിരിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന പിന്നാണ്. ഈ പിന്ന് ആദ്യം പുൾ ചെയ്യുക, പുൾ ദ പിൻ, അതായത് പിന്ന് വലിച്ചൂരുക, പുൾ ദ പിൻ. ഈ പിന്നെ വലിച്ച് ഊരി പുറത്തേക്ക് എടുക്കുക. അത് നമുക്ക് ഇവിടെ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായി കാണിച്ചു തരാം. പിന്നെ വലിച്ചേക്ക് പുറത്തേക്ക് ഊരുക. ദെൻ അടുത്തത് പി കഴിഞ്ഞാൽ അടുത്ത് വരുന്ന എ എന്ന് പറഞ്ഞാൽ എയിം ദ നോസിൽ. ഇതാണ് അതിന്റെ നോസിൽ എന്ന് പറഞ്ഞ സാധനം. എയിം ദ നോസിൽ അറ്റ് ദ ബേസ് ഓഫ് ഫയർ. എവിടെയാണോ തീ പിടിച്ചിരിക്കുന്നത് ആ തീയുടെ ചുവട്ടിലേക്ക് വേണം നമ്മൾ എക്സ്റ്റിംഗ്വിഷറിന്റെ നോസിൽ പിടിക്കാൻ. അല്ലാതെ തീ വളർന്നു നിൽക്കുന്ന ഫ്ലെയിമിലേക്കല്ല ഒരിക്കലും നോസിൽ പിടിക്കേണ്ടത്. എങ്കിൽ മാത്രമേ ആ വസ്തുവിലേക്ക് ഇതിനകത്തിരിക്കുന്ന വസ്തു എന്താണോ അത് ചെന്ന് വീണ് തീ അണയത്തുള്ളൂ. അല്ലാതെ ഫ്ലെയിമിലേക്ക് അടിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും തീ അണയില്ല. ദെൻ അടുത്ത് നമ്മൾ പറയുന്നത് അതിന് അടുത്ത അക്ഷരം എസ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്യൂസ് ദ ലിവർ. അതായത് നിങ്ങൾ ഈ പിന്ന് വലിച്ചൂരി കഴിഞ്ഞാൽ പിന്നീട് ഈ ലിവർ നമുക്ക് പിടിച്ച് അമർത്താൻ സാധിക്കും. അതായത് നാരങ്ങ ഞെക്കിക്കകത്ത് നാരങ്ങ വെച്ചിട്ട് അമർത്തുന്ന പോലെ ഇത് സ്ക്യൂസ് ചെയ്യുക, അമർത്തുക. അമർത്തി കഴിയുമ്പോൾ ഇതിനകത്ത് അവശേഷിക്കുന്ന പൊടി അല്ലെങ്കിൽ വെള്ളം അല്ലെങ്കിൽ എന്താണ് അതിനകത്തുള്ള കണ്ടന്റ് എന്ന് വെച്ചാൽ അത് പുറത്തേക്ക് ഈ ട്യൂബ് വഴി വരും. ഈ ട്യൂബ് നിങ്ങൾ ആ തീയുടെ ചുവട്ടിലേക്ക് പിടിച്ചിരിക്കുന്നതുകൊണ്ട് ഈ ഇതിനകത്തുള്ള ആ പൊടി അല്ലെങ്കിൽ ലിക്വിഡ് അത് തീയുടെ ചുവട്ടിലേക്ക് വീഴുകയും അതിനുശേഷം നമ്മൾ അടുത്ത ലാസ്റ്റ് ഒരു എസ് ഉണ്ട് അല്ലേ, പാസിന്റെ ലാസ്റ്റ് എസ് എന്ന് പറഞ്ഞാൽ സ്വീപ് ദ ഫയർ. അതായത് തീ പിടിച്ചിരിക്കുന്ന ഭാഗത്തേക്ക് ഇങ്ങനെ ചുഴറ്റുക, അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ അതിനെ ചുഴറ്റുക, സ്വീപ് ദ ഫയർ. ഇങ്ങനെയാണ് തീ കത്തുന്നത്. പുൾ ദ പിൻ, എയിം ദ നോസിൽ അറ്റ് ദ ബേസ് ഓഫ് ഫയർ, സ്ക്യൂസ് ദ ലിവർ, ദെൻ സ്വീപ് ദ ഫയർ. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. വളരെ എളുപ്പത്തിൽ നമുക്ക് തീ അണയ്ക്കാം. നമുക്ക് എങ്ങനെയാണ് ഒരു തീ അണയ്ക്കുന്നതെന്ന് ഇവിടെ ഒരു ചെറിയ ഫയർ ഇട്ട് നോക്കാം. ഓക്കെ, അതാണ്ട് ഈ സാധനം ഉള്ളത് ഏതാണ്ടോ അങ്ങ് പൊട്ടിച്ച് ഞങ്ങൾ അടി എൻ്റെ പിടി മതി കേട്ടെ കണ്ടോ. അടുപ്പിച്ചു ഇവിടെ ഓക്കെ അടി അങ്ങോട്ട് ചുഴട്ടെ. മതി, അത് നിൽക്കട്ടെ. അടുത്ത ആളിനോട് അല്ലെങ്കിൽ അണയ്ക്കണ്ട. അല്ല അണയ്ക്കണ്ടെന്ന് പറഞ്ഞേ അവിടെ അങ്ങ് അടിച്ച് എടുത്തിക്കോ മൊത്തം എൻ്റെ കൂടി. ഓക്കെ അടി. മുമ്പോട്ട് അതോടെ ഓക്കെ.